ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് ഗ്രീൻ പീസാണ് വേണ്ടത്. അത് ഞാനിത് തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച് അതിന് കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഈ ഗ്രീൻ പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം ഫ്രോസൺ എടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസിന് ഇത്രയും ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗ്രീൻ പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എരിവിനായി ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എവറസ്റ്റിൻ്റെ ഗരം മസാല പൗഡറാണ്. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും വെജിറ്റബിൾ കറീസ് ഉണ്ടാക്കുമ്പോൾ എവറസ്റ്റിൻ്റെ ഗരം മസാല പൗഡറാണ് ചേർക്കുന്നത്. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യയാണ് ഞാൻ എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇന്നതൊന്നും ആവണമെന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു 4-5 വിസിലടുപ്പിച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇത്രയും വെന്ത് വരണം. അപ്പോൾ നിങ്ങളുടെ കുക്കറിന് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൽ എത്രയാണോ വിസിലടിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വിസിലടിപ്പിക്കുക കേട്ടോ. ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഇത്ര വേവ് വേണം. ഇനിയിപ്പോൾ ഞാനിത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കത്തില്ല. നേരത്തെ വേവിക്കാൻ വെച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2ാം പാലോ 1ാം പാലോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ ഒറ്റപ്പാലിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കട്ടിയോട് കൂടി തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തിളക്കുന്ന വീട് എനിക്ക് എടുക്കാൻ വിട്ടുപോയിട്ടാ. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഉപ്പ് ഉണ്ടോയെന്ന് ഉപ്പും കൂടെ ചെക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അത് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ തിളച്ച് വരുന്ന കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. രാവിലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ചുമ്മാ പറയല്ല, എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് ഞാൻ രാത്രി അരച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ, രാവിലെ തന്നെ അരച്ചുണ്ടാക്കുന്ന ഒരു വെള്ളപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് ചെറിയൊരു ഹോൾസ് വരുമ്പോൾ അതിനെ അടിച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പൂ പോലത്തെ വെള്ളപ്പം റെഡിയായി കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവിൽ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി ചുട്ടെടുക്കാം. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് 5 മിനിറ്റ് മതി കേട്ടോ. 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി ആയിരിക്കും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു സിമ്പിൾ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.